ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ബാറോസ്. ബാറോസ് സിനിമ റിലീസിന് ഒരുങ്ങിയിട്ടുണ്ട്. ഡിസംബർ 25-ന് സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തും. ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ബുക്കിംഗ് തുടങ്ങിയപ്പോഴേ മോശമില്ലാത്ത ഒരു ബുക്കിംഗ് സംഭവിക്കുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ്റെ സിനിമക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, ആ ഒരു ഹൈപ്പ് എത്തിയിട്ടില്ല. അതിലേക്ക് തോന്നുന്നു ഇന്നും നാളെയൊക്കെ ആയിട്ട് ചിലപ്പം മേ ബി എത്തിയേക്കാം, ആ റേഞ്ചിലേക്ക് വന്നേക്കാം. സാധാരണ ഒരു ലാലേട്ടൻ സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഓളം. അതിലേക്കൊന്നും വന്നിട്ടില്ല കേട്ടോ. അത് അവരും അങ്ങനെ തന്നെയാണ് അതിൻ്റെ പ്രൊമോഷൻ നടത്തുന്നത് കേട്ടോ. പിന്നെ കൂടുതലായിട്ട് കേരളത്തിലേക്ക് ശ്രദ്ധ കൊടുക്കുന്നില്ലെന്ന് തോന്നുന്നു. കുറച്ച് അന്യ സംസ്ഥാനങ്ങളിലാണ് കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെന്ന് തോന്നുന്നു. പാൻ ഇന്ത്യൻ സിനിമയല്ലേ ഇവിടെ പിന്നെ എന്തായാലും ലാലേട്ടൻ്റെ സിനിമയാണ്, നല്ലതാണ് എന്നുള്ള രീതിയിൽ കാണും. അതെ, അപ്പോൾ പുറത്ത് തന്നെയാണ് നല്ലത് ഈ പ്രൊമോഷനിൽ കുറച്ച് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. പിന്നെ ഒന്നാമത് ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള എന്നൊരു ടാഗ് ലൈൻ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് തോന്നുന്നു വല്ലാണ്ടൊരു തള്ളിക്കയറ്റം ഇല്ലാത്തത്. അത് ഇതിന് നെഗറ്റീവായി വന്നിട്ടുണ്ട്. അത് എന്താ പറയാ, ഓൾറെഡി അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അതിന്റെ പുറത്ത് അക്ഷയ് കുമാറിന്റെ ഒക്കെ 2 വാക്കും കൂടി അതും കൂടി ആയപ്പോഴത്തേക്കും അങ്ങ് തികഞ്ഞ്. അതായത് വരുന്നവരും പോകുന്നവരും ഒക്കെ പറയുന്നത് കുട്ടികൾക്ക് എന്നുള്ള രീതിയിലാണ്. അതെ, പക്ഷെ ശരിക്ക് ഇത് വലിയവർക്കും പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും എന്നുള്ള ഒരു സംഭവമാണ് നമ്മുടെ മുന്നിലേക്ക് നമുക്ക് കിട്ടിയത്. നമുക്ക് തോന്നിയതും അങ്ങനെ തന്നെ കേട്ടോ. ഒരു എന്താ പറയാ, പക്ക കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സിനിമയായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയല്ലത്. അതെ, പിന്നെ വേറെ കാര്യം, ഈ രീതിയിൽ ഈ ടാഗ് ചെയ്യപ്പെട്ടത് കൊണ്ട് നടക്കുന്നത് നല്ലതാണ്. മേ ബി അത് ആ രീതിയിൽ അതിനെ കൺസിഡർ ചെയ്തോളും. അല്ലെങ്കിൽ ചിലപ്പോൾ വളരെ മോശമാണെങ്കിലേ എയറിൽ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതെന്തായാലും അങ്ങനെ സംഭവം ഈ സിനിമക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ നമുക്കെന്തായാലും അറിഞ്ഞത് വെച്ചിട്ട് ഒരൊറ്റ ഉറപ്പ് തരാനേ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് 3D സിനിമ അത് ബാറോസ് ആയിരിക്കും. കാരണം അതിന് മാത്രം പണിയെടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. എന്താണെങ്കിലും 3Dയിൽ ഒരു ലാലേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്നു, ഫസ്റ്റ് ഡയറക്ഷൻ, അതും ഒരു 3D സിനിമ. എന്താണെങ്കിലും ലാലേട്ടൻ്റെ ഒരു ഐഡിയ തന്നെ ആയിരിക്കും കേട്ടോ. വേണമെങ്കിൽ ലാലേട്ടൻ നല്ല കിടിലൻ ഒരു സാധനമൊക്കെ ചെയ്യായിരുന്നു. ബാറോസിന്റെ അപ്പുറം ലാലേട്ടൻ്റെ ഒരു സ്റ്റാർഡം വെച്ചിട്ടുള്ള സാധനമൊക്കെ ലാലേട്ടന് ഡയറക്റ്റ് ചെയ്യുന്നു സുഖമായിട്ട്. പക്ഷെ ലാലേട്ടൻ നല്ല ഐഡിയക്കാണ് കളിച്ചതെന്നാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് ഇങ്ങനത്തെ ഒരു കണ്ടന്റ് എടുത്തിട്ടേ, ഇങ്ങനത്തെ ഒരു സാധനം എടുത്ത് ഇപ്പൊ പറഞ്ഞില്ലേ, അതായത് നല്ല സാധനമൊക്കെ ചെയ്യാറുണ്ട് ആ രീതിയിൽ. അങ്ങനെ എടുത്ത് പറഞ്ഞാൽ തന്നെ ഇത് വലിയൊരു നല്ല ഒരു കണ്ടന്റ് തന്നെയാണെന്നുള്ളതായിരുന്നു ഇതിന്റെ തുടക്കം മുതലേ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ ഇതിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ടായിരുന്നു. ആള് പിന്നീട് ഇതിന്റെ ഡേറ്റ് ഇഷ്യൂ ഒക്കെ വന്ന കാരണം പിന്നെ അത് വീണ്ടും ഷൂട്ട് ചെയ്തു. പഴയതൊക്കെ എടുത്ത് ഒഴിവാക്കിയിട്ട് വീണ്ടും ഷൂട്ട് ചെയ്തു. അപ്പോഴാണ് ആൾക്ക് ഡേറ്റ് ഇഷ്യൂ വന്നതും ആൾ പിന്മാറിയതും. അപ്പോൾ അന്ന് ഇതിൻ്റെ സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ടെന്നും ഇത് ഗംഭീര സ്ക്രിപ്റ്റാണെന്നും അന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു സാധാരണ സ്ക്രിപ്റ്റ് അല്ല, ഒരു ചെറിയ സ്ക്രിപ്റ്റിലല്ല ഒരു സിനിമ ഒരുങ്ങിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ലോക സിനിമയിൽ തന്നെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഐറ്റമായിട്ട് ഇത് വന്നേക്കാം, ഇന്ത്യയിൽ നിന്ന് വരുന്ന. അതെ, പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്നത് എന്ത് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അത് സിനിമ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ അതിനുശേഷം മാത്രം തീരുമാനിക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയാണ്. പിന്നെ അത് മാത്രമല്ല ടോപ്പായിട്ടുള്ള ഒരുപാട് ആൾക്കാരാണ് ഇതിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ലാലേട്ടൻ്റെ കൂടെ. എന്തായാലും നല്ലൊരു ഔട്ട് തന്നെ വരും എന്നുള്ളതാണ് പ്രതീക്ഷ. 3D പക്ഷേ സെറ്റായിരിക്കും, അത് ഗംഭീരമായിരിക്കും. പിന്നെ സിനിമേൻ്റെ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡേ, അതായത് ബുക്കിംഗ് തുടങ്ങിയ ശേഷം ഏകദേശം പ്രീ സെയിൽ നടന്നത് എത്രയായിരുന്നു അറിയാം, 40 ലക്ഷമായിരുന്നു. 2-3 ദിവസം കൂടി ഉണ്ട് റിലീസിന് തൊട്ട് മുന്നേ ആകുമ്പോഴത്തേക്കും ഒരു കയറ്റം കയറാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ഡ്യൂറേഷൻ വന്നിട്ടുള്ളത് നോക്കിയിട്ട് പറയാം. അതായത് ഫുള്ള് 2 മണിക്കൂറും 34 മിനിറ്റുമാണ്. അതിൽ ഫസ്റ്റ് ഹാഫ് വരുന്നത് 1 മണിക്കൂറും 15 മിനിറ്റും 26 സെക്കൻഡും. സെക്കൻഡ് ഹാഫ് 1 മണിക്കൂറും 19 മിനിറ്റും 21 സെക്കൻഡും. കറക്റ്റ്, ഏകദേശം കറക്റ്റ് ടൈമിങ് അല്ലേ. പിന്നെ സിനിമയുടെ കെട്ടിലും മട്ടിലുമുള്ള അതിൻ്റെ അവസ്ഥയിലുണ്ടാവും ഇത് കൂടുതലാണോ കുറവാണോ എന്നുള്ളതൊക്കെ. ഈ ടൈം എത്രത്തോളം
എന്താ പറയാ വലിച്ചിൽ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ സിനിമ കാണുമ്പോഴാണ് കേട്ടോ. ചിലപ്പം പക്ക എന്റർടൈനർ ആണെങ്കിൽ ഒരു വിഷയമല്ല സമയം എന്ന് പറയണത്. പിന്നെ ഇപ്പോൾ ക്രിസ്മസിന് ഇറങ്ങിയിരിക്കുന്ന സിനിമകളൊക്കെ ഏതാണ്ട് ഫാമിലിക്ക് പറ്റുന്ന ഏതെങ്കിലും ഒരു സിനിമ, അതായത് കണ്ണും പൂട്ടി നമുക്ക് ആ സിനിമക്ക് പോകാം എന്നുള്ള രീതിയിൽ തീരുമാനിക്കാൻ ഒരു സിനിമ ഇല്ലാന്ന് തോന്നുന്നു. അതൊരു സത്യം. മാർക്കോ ആയാലും റൈഫിൾ ക്ലബ് ആയാലും ഇനിയിപ്പോൾ ED ആണെങ്കിലും അത് കുറച്ച് ഡാർക്ക് പരിപാടി തന്നെയാണ്. അതെ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ കുട്ടികളെയൊക്കെ കൂട്ടി ഫാമിലി മൊത്തത്തിൽ പോയി ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ അത് ബറോസാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ ആ സിനിമ നല്ലൊരു ഹിറ്റ് ആവാനുള്ള സാധ്യത കാണുന്നുണ്ട് തീർച്ചയായിട്ടും. എന്തായാലും ഇതിൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിൻ്റെ അതേപോലെ ഒരു പ്രധാനപ്പെട്ട റോള് ചെയ്യുന്നുണ്ട് ഒരു പുതുമുഖാണ്. ഇത്രയേ ഉള്ളൂ. തോളലൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഒരു തവളാപ്പുട്ടൽ പോലെ, തലേൻ്റെ ഉള്ളിൽ കൂടെ രാണി. അതെ, ചില സമയങ്ങളാണില്ലല്ലേ ആണല്ലേ. ഓക്കെ, എന്തായാലും ആ ക്യാരക്ടർ, അതായത് വൂഡുവിനെ നമ്മുടെ ലാലേട്ടൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, നമുക്ക് അതൊന്ന് കാണാം. ഓക്കെ. വന്നല്ലോ. ചക്രവാളത്തിനും അപ്പുറം അറബിക്കടലിനും അക്കരെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നു ഉർദു മന്ത്ര പാരമ്പര്യത്തിന്റെ മഹാനമസ്കാരം. ഇയാളെ അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു. ഇയാളാണ് നമസ്കാരം. ഒറ്റ തലയുള്ളെങ്കിലും രാവണനാണ്. തനി രാവണൻ. നമ്മുടെ ബാറോ സിനിമയിലെ മെയിൻ നടനാണ്. കാര്യം പറയൂ. ഡിസംബർ 25-ന് ബാറോസ് റിലീസാകുന്നു, അതും 3D. ഡിസംബർ 25-ന് തന്നെ ലോകം മുഴുവൻ തൊട്ടടുത്ത് കാണാൻ പോവുകയാണ്. അതെ, ക്രിസ്മസിന്. Jingle bells, jingle bells, jingle all the way. Merry Christmas. ശരി. ഇൻ റിയൽ 3D അതാണ് സംഭവം. അടിപൊളിയായില്ലേ? അടിപൊളിയായി. ക്യാരക്ടർ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അതെ, ആണി എപ്പോഴും ഉണ്ടല്ലേ? ആണി ഫുൾ ടൈം ഉള്ളതാ. ആ ആണി മൂരിയ ആള് വേറെ എന്തെങ്കിലും ആയി മാറുമായിരിക്കും. എന്താണെങ്കിലും വൂഡു നൈസായിട്ടുണ്ട്. വൂഡു ഫാൻസിനുണ്ടാക്കുവോ? ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ക്യാരക്ടറുകളൊക്കെ ശരിക്കും കുട്ടികൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. ഇങ്ങനെ വരുന്ന ഒരു ക്യാരക്ടറൊക്കെ ആകുമ്പോൾ അത് മിക്കവാറും ഒരു കുട്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കുട്ടികളാണോ വലിയവരാണോ അസോസിയേഷൻ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആരും വേണമെങ്കിൽ വീഴ്ത്തും. ചിലപ്പോൾ സിനിമ കഴിയുമ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. നമ്മൾ പിന്നെ കുട്ടികളിൽ പെടും, വലിയവരൊക്കെ അതിൽ പെടാൻ സാധ്യത കാണുന്നുണ്ട്. കറക്റ്റ്. എന്തായാലും ബാരോസ് 25-ാം തീയതി നമ്മുടെ മുന്നിലേക്ക് വരികയാണ്. കാത്തിരിക്കുകയാണ്. എന്തായാലും വീണ്ടും കാത്തിരിക്കാം. 2 സോങ് വന്നിട്ടുണ്ടായിരുന്നു, രണ്ടും പാടിയിരിക്കുന്ന ലാലേട്ടൻ തന്നെയാണ്. അതിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ സിംഗിൾ റിയാക്ഷൻ ചെയ്യുന്നില്ല എന്നുള്ളത്. റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും കോപ്പിറൈറ്റ് കിട്ടും. പിന്നെ അത് മാത്രമല്ല, വേറെ സംഭവം, ഇതൊക്കെ പാടിയിരിക്കുന്നത് ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ അല്ലാതെ വേറെ ആരെങ്കിലും പാടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഇത്രയേ ഉള്ളൂ അതിനെക്കുറിച്ച്. അത് ചില സമയത്ത് നമ്മൾ കേട്ടപ്പോൾ അങ്ങനെ തന്നെ ഫീൽ ചെയ്തിട്ടുള്ളത്. മറ്റ് ലാംഗ്വേജിലെ പാട്ടുകൾ സെയിം സോങ് തന്നെ കേൾക്കുമ്പോഴാണ് ആ ഡിഫറൻസ് നമുക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാവുന്നത്. അത് ഭയങ്കര ഫീൽ തന്നെയാണ്. അല്ല, ഇത് ഒറ്റ കേട്ടാലും മനസ്സിലാവും, ലാലേട്ടന് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, ആരോ പറഞ്ഞു പറ്റിച്ചിട്ടുണ്ട്, നല്ല പാട്ടുകാരനാണ്. എന്താണെങ്കിലും ആള് തന്നെ ആളുടെ സിനിമയിൽ പാട്ട് പാടുന്നു. അതെ, നടക്കട്ടെ. അതെ, എല്ലാം ആള് തന്നെ ചെയ്യുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, ആൾക്കിപ്പോൾ ഒരുപാട് പുതിയ പിള്ളേര് കഥ പറയാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ തന്നെ ഉണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഞാനതൊക്കെ ഒഴിവാക്കുന്നു എന്ന് പറഞ്ഞത്. ഇതൊക്കെ ആള് തന്നെ സ്വയം പാടിക്കഴിഞ്ഞാൽ അതിലൊക്കെ ലാലേട്ടൻ വരുന്നുണ്ട്. അതൊരു പ്രശ്നമാണ്. അത് ലാലേട്ടൻ മനസ്സിലാക്കാണ്ട് പോകുന്നു. എന്താണെങ്കിലും സിനിമ ഗംഭീരമാവട്ടെ. പാട്ടം അതൊക്കെ സൈഡ് തന്നെയാണ്. പാട്ടം അത് നമ്മളെ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന സാധനം തന്നെ ആവട്ടെ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. എന്താണെങ്കിലും ഞങ്ങൾ പോവുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.